ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പം നാളത്തെ എപ്പിസോഡാണ് പറയാൻ പോണത്. മഹാലക്ഷ്മി അതുപോലെ തന്നെ കണ്ണനും കൂടി ഹോസ്പിറ്റൽ സന്ദർശനമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മഞ്ജു ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുക കേട്ടോ. വീട്ടിലേക്ക് എത്തുന്ന മഞ്ജുവിനെയും കാത്ത് നമ്മുടെ മേഘനാഥ് മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. മുമ്പിൽ നിൽക്കുന്നത് മാത്രമല്ല, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ മഞ്ജു വരാനായിട്ട്. മഞ്ജു വരുമ്പോഴേക്കും മഞ്ജുവിനെ നിർത്തിപ്പൊരിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ മഞ്ജു ഒന്നറിയാത്ത പോലെ കയറി വരുമ്പോഴേക്കും മേഘനാഥ പറയണ്ട്, എടി അവിടെ നിക്കടി നീ എന്ന് പറയാണ്. എന്താ എന്ന് ചോദിക്കുമ്പോ, നീ ഏതവന്റെ ബൈക്കിനെ പുറകിൽ ഇരുന്നിട്ടാടി ഇന്ന് പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട്, എടാ ബൈക്കിന്റെ പുറകിലോ ഇവളോ? അതേമേ ഞാൻ വ്യക്തമായിട്ട് കണ്ടു. നമ്മുടെ ആ അമ്പലക്കടവ് സിഗ്നലില്ലേ, അവിടെ വെച്ചിട്ട് ഇവള് ഒരു തന്നെ ബൈക്കിന് പിന്നാലെ ഇരുന്ന് കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് പിന്നാലെ ഇരുന്ന് പോണത് ഞാൻ ശരിക്കും കണ്ടു എന്ന് പറയാണ്. നേരാണ് അവിടെ ഏതവന്റെ കൂടെയാണ് നീ പോയത് എന്ന് ചോദിക്കുമ്പോ മേഘം പറയണ്ട്, അമ്മേ അതാരാന്ന് ഞാൻ കണ്ടില്ല, കാരണം അവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ആ ഒരു ശരീരഘടനയൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മറ്റവനാവാനാണ് ചാൻസ്. മറ്റവനോ? അതാരണം ഇവളുടെ മറ്റവനില്ലേ, സാഗർ. ഓ എടി സത്യം പടി അവന്റെ കൂടെയാണ് നീ പോയത്. ഇപ്പൊ പോയെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താന്നോ? എടി നിന്റെ കഴുത്തിൽ താലി കിട്ടിയ എന്റെ മോന്റെ മുൻപിലിരിക്കെ നീ വേറൊരുത്തിന്റെ ബൈക്കിന്റെ പുറകെ പോയോടി. അതെ, ഞാൻ വേറൊരുത്തിന്റെ ബൈക്കിന്റെ പുറകിൽ കയറിയെന്നല്ലേ ഉള്ളൂ. ഇയാളെ പോലെ ഞാൻ ഉള്ളപ്പോഴും ഞാൻ ഇല്ലാത്തപ്പോഴും പല പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ഇയാളെ പോലെ ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ച ഇയാളെ പോലത്തെ അത്ര വൃത്തികെട്ട സ്വഭാവം ഒന്നല്ല ഞാൻ. കാരണം എന്താണെന്നറിയാവോ? ഞാൻ നല്ല തറവാട്ടി പിറന്നതാണ്. എന്റെ ചേട്ടനെ കണ്ണേട്ടനാണ്. കണ്ണേട്ടനെ അനുകരിക്കുന്ന അനിയത്തിയാ ഞാനിപ്പോ. ഓഹോ, അപ്പോ കണ്ണേട്ടനെ അനുകരിക്കുന്ന നല്ല അനിയത്തിയായിട്ട് മാറിയോ നീ? ഇതിനു മുമ്പ് നീ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അതെ, അങ്ങനെ അല്ലായിരുന്നു. ആ ഒരു സമയത്താ നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞ ഈ മാരണത്തെ ഞാൻ എടുത്ത് തലയിൽ വെച്ചത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെയ്ത തെറ്റെന്ന് പറയണത്. അപ്പൊ എന്റെ മോനെ മാറണമെന്ന് നീ പറയാണല്ലേ? അതെ, നിങ്ങളുടെ മകൻ ഒരു മാരണം തന്നെയാണ്. എന്റെ കഴുത്തിൽ കുടുങ്ങിയ മാരണം. എന്റെ ചേട്ടനൊന്ന് ഫ്രീ ആവട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഞാൻ നിങ്ങളുടെ മോനായിട്ടുള്ള എല്ലാ ബന്ധവും വേർപെടുത്താൻ പോവാ. എടി നീ എന്തൊക്കെയാടി പറയണത്? അതെ, ഞാൻ സത്യമായിട്ടാണ് പറയണത്. എനിക്ക് നിങ്ങളുടെ മോനെ കൂടെ ജീവിച്ചിട്ട് മതിയായി. ഇതിനേക്കാൾ നല്ലതേ ഞാൻ കെട്ടിത്തൂങ്ങി ചാവണതാണ്. പക്ഷെ ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ, ധൈര്യമില്ലാത്ത പെണ്ണുങ്ങളൊക്കെ കെട്ടിത്തൂങ്ങി ചാവണത് കണ്ടിട്ടില്ലേ? അതുപോലെ ചാവാനൊന്നും ഈ മഞ്ജുവിന് കിട്ടില്ല. ഒരു ജീവിതമേ ഉള്ളൂ. അത് മനസ്സിലാക്കാതെ കയറിന്റെ തുമ്പിൽ പോയി തൂങ്ങി ചാവണതൊക്കെ മണ്ടന്മാരാണ്. അതുകൊണ്ട് എന്റെ ചേട്ടനൊന്ന് ഫ്രീ ആവട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഏട്ടനോട് പറയേണ്ട കാര്യമായിട്ടല്ല, നിങ്ങളായിട്ടുള്ള ബന്ധം വേർപെടുത്താനായിട്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അമ്മ മേഘന്റെ മുഖത്തേക്ക് നോക്കാട്ടെ, കണ്ണിങ്ങനെ ഇറുക്കി കാണിക്കണം. അവളെ കാല് പിടിച്ചാലും ശരി, അവളെ വിടാൻ സമ്മതിക്കരുത്, കാരണം സ്വത്തുക്കളൊക്കെ പോകുമല്ലോ. മേഘം പറഞ്ഞ, ഈ എടി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ ഒരുത്തിന്റെ ബൈക്കിനെ പുറകെ പോയി കയറി പിടിച്ച് കണ്ടപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മഞ്ജു. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു പോയത് എന്ന് പറയണം. അതെ, അത് പറയേണ്ട രീതിയിൽ പറയണം. പക്ഷെ നിങ്ങൾ ആ രീതിയിലാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ തട്ടുമാറ്റണതേ, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്കും കിട്ടുള്ളൂ. നിങ്ങൾ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇനിയിപ്പോ എന്റെ കാല് പിടിച്ചാലും കൈ പിടിച്ചിട്ടും ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും തീരുമാനിച്ച കാര്യമാണ്. എന്റെ ഏട്ടനെയും ഏട്ടത്തിനെയും പോയി കണ്ടിട്ട് നിങ്ങളുടെ മകനായിട്ടുള്ള എല്ലാ ബന്ധവും വേർപ്പെടുത്താനായിട്ട് അത് ഞാൻ വേർപ്പെടുത്തിയിരിക്കും. എന്നിട്ട് നീ എന്ത് ചെയ്യും? എന്നിട്ട് ഇയാളെക്കാൾ നല്ല ആരോഗ്യം നല്ല സ്വഭാവമുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിക്കും. കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളെ, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കണം. മേഘം പണ്ട്, മഞ്ജു എനിക്ക് നീയില്ലാതെ ഒരു ജീവിതമില്ല. എനിക്ക് മനസ്സിലായി. നിങ്ങൾ വന്നപ്പോ കടിച്ച് കീറാൻ വരുമായിരുന്നല്ലോ, പെട്ടെന്ന് ശാന്തനായി. നിങ്ങളായിട്ട് ഞാൻ ഡിവോഴ്സ് ആവുന്ന പറഞ്ഞപ്പോ നിങ്ങൾ ശാന്തനായി. നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ നിന്നാൽ മാത്രമേ നിങ്ങൾക്കും നിലനിൽപ്പുള്ളൂന്ന്. നിങ്ങൾക്ക് കണ്ണേട്ടന്റെ സ്വത്തിലല്ലേ. കാരണം കണ്ണേട്ടൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്റെ ഏട്ടത്തിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അവര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്വത്തുക്കൾ എനിക്കും ഉണ്ണിയേട്ടനെ കിട്ടുള്ളൂ. ആ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതെന്തായാലും വേണ്ട. ഞാൻ മരിച്ചാലും എന്റെ സ്വത്തുക്കളൊന്നും നിങ്ങൾക്ക് വരാൻ പോണില്ലെന്ന് മഞ്ജു മുഖത്ത് നോക്കി പറയണം. ശേഷമാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയതിനു ശേഷം നമ്മുടെ മഹാലക്ഷ്മി പറയണ്ട് കണ്ണനോട്, എനിക്കെന്തോ വല്ലാത്ത വിഷമം പോലെ തോന്നുന്നു കണ്ണേട്ടാ. എന്താ? അവൻ എന്ത് നല്ലൊരു പയ്യനായിരുന്നു. അവനെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നണം. എനിക്കും അങ്ങനെ തന്നെയാണോ. അവൻ എന്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു അനിയനായിരുന്നു. അവൻ കരുണനെ വിവാഹം കഴിച്ച പിന്നെ അവനൊരു പണക്കൊതിയനായി മാറിയത് എന്ന് പറയാണ്. എന്നാലും പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പിറപ്പിനെ പോലും ഇല്ലാതാക്കുന്ന കാലമാണെന്ന് കേട്ടറിവുണ്ട്. ഇവിടെ വന്നതിന് ശേഷമോ അത് കാണാൻ തുടങ്ങിയത്. തനിക്ക് എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ മഹാലക്ഷ്മി? എന്തിനാ കണ്ണേട്ട ഇങ്ങനെയൊക്കെ പറയണത്? നോക്ക്, കണ്ണേട്ടനെ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിക്കുക, അതാണ് എന്റെ ഉത്തരവാദിത്തം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത്, ഉണ്ണി അവൻ ഇന്നല്ലെങ്കിൽ നാളെ റെഡി ആവും കണ്ണേട്ട. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ മനസ്സിൽ എവിടെയൊക്കെയോ
ഒരു ചെറിയ നന്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് പണത്തിന് പുറകെ നടക്കുന്നുണ്ടെങ്കിലും പണമൊന്നും അല്ല ജീവിതത്തിൽ വേണ്ടത് എന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. അന്ന് അവൻ പഴയ ഉണ്ണിയായിട്ട് കണ്ണേട്ടൻ്റെ അടുത്ത് തന്നെ വരും. എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ എനിക്കെന്തോ അതിൽ വലിയ വിശ്വാസമില്ല. കാരണം അവന്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് കരുണയാണല്ലോ. അതിന് അവൻ ആദ്യം തിരിച്ചടി കിട്ടത് അവളുടെ കയ്യിൽ തന്നെയാണ്. അവളുടെ കള്ളത്തരങ്ങളും എല്ലാ ഉടായ്പും ചതികളും അവൻ ആദ്യം മനസ്സിലാക്കണം. അതോടുകൂടി തന്നെ അവന് മനസ്സിലാവും യഥാർത്ഥ സ്നേഹം എന്താണ്, പറ്റിക്കപ്പെടുന്ന സ്നേഹം എന്താന്നൊക്കെ അവന് നന്നായിട്ട് മനസ്സിലാവും. അവൻ എല്ലാം മാറി തിരിച്ചു വരട്ടെ എന്നൊക്കെ മഹാലക്ഷ്മി പറയാണ്. അതേസമയം കണ്ണൻ ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്, ഹോ എല്ലാം മടുത്തു, എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഇനി എനിക്ക് തോന്നണില്ല ഏട്ടൻ ഇനി കമ്പനി പോലും കയറ്റുമെന്ന്. അവിടെ പടി ചവിട്ടാൻ പോലും എന്നെ കേറ്റില്ല. അത് ശരിയാ, അവനിനി എന്തായാലും നിന്നെ അവിടെ കയറ്റാൻ പോകുന്നൊന്നുമില്ല എന്ന് പറയാണ്. ഇനിയിപ്പൊ കമ്പനി തിരിച്ചു കയറാൻ എന്താ ഒരു വഴി? അതിനൊരു വഴിയേ ഉള്ളൂ, ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇല്ലാതാവണം. അതിനിടക്കാണെന്നുണ്ടെങ്കിൽ ആ കണ്ണൻ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ എഴുതി കൊടുത്തോണ്ടാ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കണ്ണനെ സുഖമായിട്ട് ഇല്ലാതാക്കായിരുന്നു. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവനെ ഇല്ലാതാക്കാൻ എന്ത് എളുപ്പമായിരുന്നു. പക്ഷെ അവൻ അപ്പം അവിടെ ബുദ്ധി ഉപയോഗിച്ചു. അവന്റെ പെണ്ണുമ്പുള്ളിയുടെ പേരിൽ സ്വത്തുക്കളല്ല എഴുതി വെച്ചു. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയണം. അതെ, അത് തന്നെയാണ് പ്രതാപ മാമ ഏറ്റവും വലിയ തിരിച്ചടി. എല്ലാ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വെച്ചു. മര്യാദക്ക് ഞാൻ ആ ചേട്ടനെ സ്നേഹിക്കുന്ന ഒരു അനിയനായിരുന്നു. പക്ഷെ സ്വത്തുക്കളെല്ലാം ആ കെട്ടിയുള്ള പേരിൽ എഴുതിയപ്പോൾ എനിക്ക് അയാൾക്ക് അത്ര ദേഷ്യം വന്നതെന്നൊക്കെ പറയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിയുടെ മനസ്സിൽ ഇപ്പൊ ഒരു ദേഷ്യവും ദുഷ്ടത്തരവും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഉണ്ണി ഇന്നല്ലെങ്കിൽ നാളെ മാറും കേട്ടോ. കാരണം നമ്മുടെ ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ല. ഇപ്പൊ നെഗറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും കരുണയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ണി ഒറ്റപ്പെട്ടു പോണ ഒരു സമയം ഉണ്ടാകും. ആ സമയത്തായിരിക്കും ഉണ്ണി മനസ്സിലാക്കുന്നത് കണ്ണേട്ടന്റെ ആ ഒരു മാഹാത്മ്യം കാര്യങ്ങളൊക്കെ ആ സമയത്താണ് കേട്ടോ നമ്മുടെ ഉണ്ണി ശരിക്കും മനസ്സിലാക്കാൻ പോണത്. എന്തായാലും മഞ്ജുവും സാഗറും ഒന്നാകാൻ പോകുന്നത് അടിപൊളി പ്രൊമോ ആയിരിക്കും വീക്കെൻഡ് പ്രൊമോ ആയിട്ട് വരാൻ പോണത്. കാരണം മഞ്ജു എന്തായാലും സാഗറിനോട് ഒരു മൗനം പോലെ ഒരു സമ്മതം പറഞ്ഞിട്ടുണ്ട്. സാഗറിനോട് മാർക്കോസ് പറയുന്നുണ്ട്, ഇനി ഒരുപാട് വൈകിപ്പിക്കേണ്ട സാഗറെ, എത്രയും പെട്ടെന്ന് ഈ ആ പെൺകുട്ടിനെ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരണം. കാരണം ഇപ്പോഴത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ നീ കേൾക്കാറുണ്ടല്ലേ, പെൺപിള്ളേര് നിലനിൽപ്പില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ കൊള്ളരുത് തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ പോയി ആത്മഹത്യ ചെയ്യും. എന്നാൽ അവർക്ക് മുമ്പിൽ ഒരു ജീവിതം ഉണ്ടോ എന്നൊന്നും ആലോചിക്കില്ല. എന്തോ നിന്റെ ഭാഗത്ത് നിന്റെ മഞ്ജുക്ക് ജീവിക്കാനുള്ള ഒരു ധൈര്യമുണ്ട്, അത് തന്നെയാ വേണ്ടത്. ഈ ധൈര്യത്തിന് പുറത്ത് തന്നെ അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറയണം. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ആകെ വിഷമിച്ചു പോണത് മഹിക്കും അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെ കണ്ണേട്ടനും എന്നെ വലിയ താല്പര്യമില്ലല്ലോ. അത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് താല്പര്യമില്ലാത്തത്. പക്ഷെ ഇപ്പൊ അവർക്ക് താല്പര്യമായിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിന്ന് മഹാലക്ഷ്മി അടുത്ത് സംസാരിക്കാം എന്നൊക്കെ മാർക്കോയും പറയുന്നുണ്ട് കേട്ടോ. അടിച്ചു പൊളിക്കുന്ന ഒരു അടിപൊളി പ്രൊമോ തന്നെയാണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് വരാൻ പോകുന്നത്. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് നല്ല കിടിലൻ എപ്പിസോഡ് തന്നെയാണ്. നമ്മുടെ മഞ്ജുവിന്റെ സാഗറിന്റെ വിവാഹം ഉടനെ തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.